വരാനിരിക്കുന്ന സംസ്ഥാന മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് വിഭജിക്കപ്പെടുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ ഏറ്റെടുക്കണമെന്ന് ശക്തമായ ആവശ്യമുയരുകയാണ്. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് മലബാറിനോടുള്ള അവഗണന വളരെ വ്യക്തമാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരളത്തിലെ ആകെ ബിരുദ സീറ്റുകളിൽ വെറും 28.1%, ബിരുദാനന്തര സീറ്റുകളിൽ 23.9% മാത്രമാണ് മലബാറിനുള്ളത്. ബാക്കി സീറ്റുകളുടെ ഭൂരിഭാഗവും തിരുക്കൊച്ചി മേഖലയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് വെറും കണക്കുകൾ മാത്രമല്ല, മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയുടെ തെളിവുകളാണ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ കോളേജുകൾ ആരംഭിക്കാനുള്ള തീരുമാനം വന്നതുപോലും ഈ അസമത്വം പരിഹരിക്കാനായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ വിവേചനം കൂടുതൽ രൂക്ഷമായി. തെക്കൻ കേരളത്തിലെ പല കോളേജുകൾക്കും തൊഴിൽ സാധ്യതയുള്ള ന്യൂജൻ കോഴ്സുകൾ അനുവദിച്ചപ്പോൾ മലബാറിലെ ഭൂരിഭാഗം കോളേജുകൾക്കും ലഭിച്ചത് കാലഹരണപ്പെട്ട ഓരോ കോഴ്സ് മാത്രമാണ്. അതുകൊണ്ടുതന്നെ മലബാറിലെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ആധുനികവും തൊഴിൽ സാധ്യതയുള്ളതുമായ പുതിയ കോഴ്സുകൾ ആരംഭിക്കണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇന്നത്തെ ലോകത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം അനിവാര്യമാണ്. വിദേശ സർവകലാശാലകളുമായുള്ള അക്കാദമിക സഹകരണം, വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കൽ, മലബാറിനെ ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റൽ, ഇത്തരത്തിലുള്ള ദീർഘവീക്ഷണ പദ്ധതികൾ നടപ്പിലാക്കാൻ ലീഗിന് കഴിയുമെന്നാണ് പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. അതോടൊപ്പം കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നയരൂപീകരണവും വരാനിരിക്കുന്ന വലിയ മാറ്റമായി കണക്കാക്കപ്പെടുന്നു. ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി യുവാക്കൾ ഇന്ന് ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേഖലകളിൽ ആഗോളതലത്തിൽ മുന്നേറുന്നുണ്ടെങ്കിലും അവരെ ഉൾക്കൊള്ളുന്ന കോഴ്സുകളുടെ അഭാവം ഇന്നും സർവകലാശാലകളിൽ തുടരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും യോഗ്യരായവരെ സർവകലാശാലകളിലെ നിർണായക സ്ഥാനങ്ങളിൽ നിയമിക്കാനും ലീഗ് നേതൃത്വം നൽകണമെന്നാണ് ആവശ്യം. അതേസമയം കഴിഞ്ഞ ഭരണകാലത്ത് സർവകലാശാലകളിൽ നടന്നുവെന്നാരോപിക്കപ്പെടുന്ന പിൻവാതിൽ നിയമനങ്ങൾ റദ്ദാക്കി അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിര നിയമനം ഉറപ്പാക്കണമെന്നും ഈ ആവശ്യത്തിൽ വ്യക്തമാക്കുന്നു. ഭരണപരമായ കാഴ്ചപ്പാടിലും ഈ തീരുമാനം നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കേന്ദ്ര പദ്ധതികളായ PM ശ്രീ പോലുള്ള പദ്ധതികൾ സംസ്ഥാനത്തു നടപ്പാക്കേണ്ട സമ്മർദ്ദമുണ്ടാകാമെന്നാണ് ആശങ്ക. അതിനാൽ രാഷ്ട്രീയ വിവാദങ്ങളിൽ പെടാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കൂടുതൽ ഗുണകരമെന്നാണ് ഈ നിലപാട്. ചുരുക്കത്തിൽ, മലബാറിലെ വിദ്യാഭ്യാസ അസമത്വം അവസാനിപ്പിക്കാനും ഉന്നത വിദ്യാഭ്യാസത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് തന്നെ ഏറ്റെടുക്കണമെന്നാണ് ഈ ആവശ്യം മുന്നോട്ടുവയ്ക്കുന്നത്.